ചേക്കിഴാസ്വാമിയുടെ പെരിയ പുരാണത്തിലെ വിരൻമിണ്ട നായനാർ എന്ന മറ്റൊരു ശിവഭക്തനെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ഈശ്വരൻ്റെ പ്രത്യക്ഷ രൂപമായ ഭക്തന്മാരെ സേവിക്കുന്നതാണ് പരോക്ഷമായ ആരാധനയേക്കാൾ ഉത്തമം. അതായത് ലിംഗാരാധനയേക്കാളെല്ലാം ഉത്തമം ഈശ്വരൻ തന്നെ പ്രത്യക്ഷ രൂപമായ ഭക്തന്മാരെ സേവിക്കുന്നതാണ് എന്നതാണ് സത്യം. ശിവഭക്തന്മാരുടെ ദർശനം, സംസർഗം, പാദസേവനം എന്നിവയിലൂടെ സംസാര ദുഃഖം ഇല്ലാതാകുന്നു. യജ്ഞം, തപസ്, വേദാന്ത പരിജ്ഞാനം ഇവയൊന്നുമില്ലാതെ ഭക്തപാദസേവ കൊണ്ട് മാത്രം മുക്തരായ അനേകം പുണ്യവാന്മാരുണ്ട്. അതിൽ കേരളീയനായ വിരൻമിണ്ട നായനാരെ കുറിച്ചിട്ടാണ് നാം ഇനി കാണാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഈ വിരൻമിണ്ട നായനാർക്ക് ചില പ്രത്യേകതകളുണ്ട്. അദ്ദേഹം കേരളീയനായിരുന്നു, ചെങ്ങന്നൂർക്കാരനായിരുന്നു. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം, മലയാളികൾക്ക് അഭിമാനിക്കാം. ആ ചെങ്ങന്നൂർക്കാരനായ ശൂദ്രജാതിയിൽപ്പെട്ട വിരൻമിണ്ട നായനാർ ശരിക്കും മലയാളിയുടെ സ്വഭാവം തന്നെയാണ് പ്രകടമാക്കുന്നത്. നമുക്ക് ആ കഥയിൽ അത് കാണാം. മലയാളിയുടെ അതിപ്രാചീന കാലം മുതലേയുള്ള ആ ചോദ്യം ചെയ്യാനുള്ള മനസ്സ്, ആർക്കും മുമ്പിൽ അടിയറവ് പറയാത്ത യുക്തിചിന്ത കൊണ്ട് സമ്പന്നമായ മനസ്സ്, അതാണ് വിരൻമിണ്ട നായനാരുടെ ജീവിതത്തിലൂടെ നാം കാണുന്നത്. വിരൻമിണ്ട നായനാർ ഒരു മലയാളിയാണ്. കേരളത്തിലെ ചെങ്ങന്നൂരിലെ ഒരു ശൂദ്രകുലത്തിൽ പിറന്നവനാണ്. പുരാണത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഈ ശിവഭക്തൻ മലയാളിയുടെ മൗലിക സ്വഭാവത്തെ എടുത്തു കാണിക്കുന്നു. അങ്ങേറ്റം ശിവഭക്തനാണെങ്കിലും യുക്തിചിന്ത കൊണ്ട് ഭക്തിയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുകയാണ് വിരൻമിണ്ട ചെയ്തത്. ശിവനോട് എപ്രകാരമാണോ ഭക്തിയുള്ളത്, അതേപോലെ തന്നെ ശിവഭക്തന്മാരോടും ഭക്തിയും ബഹുമാനവും ഉണ്ടായിരിക്കണമെന്നും അത് അനുഷ്ഠിക്കണമെന്നും ഈ ശിവഭക്തന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാത്തവർ ശിവൻ്റെ എത്ര വലിയ ഭക്തനാണെങ്കിലും ചോദ്യം ചെയ്യപ്പെടേണ്ടവനാണ് എന്ന് വിരൻമിണ്ട വിശ്വസിച്ചു. മലയാളിയായ ഈ ശിവഭക്തൻ വൻതൊണ്ടൻ എന്ന ശിവനാൽ വിളിക്കപ്പെട്ട സുന്ദരമൂർത്തി നായനാരെ പോലും ചോദ്യം ചെയ്യാനുള്ള ധൈര്യം കാണിച്ചു. ഈ ശിവധീരതയുടെ മുന്നിൽ ശിവനും ശിവൻ്റെ ഉറ്റ സഖാവായ സുന്ദരമൂർത്തി സ്വാമികളും നമിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അങ്ങനെ ഉണ്ടായ ഒരു കൃതിയാണ് സുന്ദരമൂർത്തി സ്വാമികളുടെ തിരുത്തൊണ്ടത്തുക എന്ന പ്രശസ്ത കൃതി. അതിൽ വർദ്ധിച്ച സ്നേഹാദരങ്ങളോടെ സുന്ദരമൂർത്തി സ്വാമികൾ വിരൻമിണ്ടയെ ഇങ്ങനെ സ്തുതിക്കുന്നു: പല നന്മകൾ കൂടും മലയാളിയായ പാരം വിലസും വിരൻമിണ്ട സ്വാമികൾക്ക് അടിമ ഞാൻ. അങ്ങനെയുള്ള അനേകം ഗുണഗണങ്ങൾ കൊണ്ട് സമ്പന്നനായ വിരൻമിണ്ട സ്വാമിയുടെ അടിമയാണ് ഞാനെന്ന് സുന്ദരമൂർത്തി സ്വാമികൾ ഈ മലയാളിയായ ആ ശിവഭക്തൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്ന കാഴ്ച നാം കാണുന്നു. അപ്പോൾ ഏറ്റവും വലിയ വൻതൊണ്ടൻ എന്ന് ശിവനാൽ പോലും വിശേഷിപ്പിക്കപ്പെട്ട ആ സുന്ദരമൂർത്തി സ്വാമികളെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ഈ ശിവഭക്തൻ കാണിച്ചു എന്നുള്ളതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അതായത് മലയാളിയുടെ പണ്ടുകാലം മുതലേയുള്ള ഒരു സ്വഭാവമാണത്. എവിടെയാണോ അധർമ്മം അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമല്ലാത്തത് കാണുന്നത്, അതിനെ ചോദ്യം ചെയ്യാനുള്ള ചങ്കൂറ്റവും തൻ്റെടവും മലയാളികൾ അതിപ്രാചീന കാലം മുതൽ കാണിച്ചിരുന്നു എന്ന് വിരൻമിണ്ട നായനാർ ജീവിതം വ്യക്തമാക്കുന്നു. നമുക്ക് ആ ജീവിതത്തിലേക്ക് കിടക്കാം. ഇതിൽ ആകെ 6 ശ്ലോകങ്ങളാണുള്ളത്. വിരൻമിണ്ട നായനാരെക്കുറിച്ച് 6 ശ്ലോകങ്ങളാണ് പെരിയ പുരാണത്തിൽ കൊടുത്തിരിക്കുന്നത്.
അതിലെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ കേരളത്തെ വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കതും നോക്കാം. ഇതാ നോക്കൂ. വിരൈ ചെയ്നറും പൂന്തൊടൈ ഇതഴിവേണിയാർ തങ്കഴൽ പരവി പരചു പെറുമാധവ മുനിവൻ പരചുരമാൻ പെറുനാട് തിരൈ ചെയ് കടലിൽ പെരുവളനും തിരുന്തു നിലനിൻ ചെഴുവളനും വരയിൽ വളനും ഉടൻ പെരുകി മൽകനാട് മലൈനാട് വാരിച്ചൊരിയും കതിർമുള്ളം വയൽമൻ കരിമ്പിൻ പേടുമൊത്തും വേരൽ വിളയുങ്കളിയിൽ മുത്തും വേരുമഴുപ്പിൻ ഒളിർമുത്തും മൂരല്ലെ നച്ചൊൽ വെൺമുത്തും നகையார் തെരുന്ത് മുറൈ കോക്കും ചേര തിരുനാട്ടിൻകളിൻ മുൻ ചിറന്ത മുതൂർ ചെങ്കൻറൂർ. ഇതാണ് ആ 2 ശ്ലോകങ്ങൾ. അതിൻ്റെ അർത്ഥം ഏതാണ്ട് ഇങ്ങനെയാണ്. പരശുരാമനാൽ സമുദ്രത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മലനാട് എന്ന പേരുകൊണ്ട ചേരനാട് മുത്തിച്ചിപ്പിയിൽ നിന്നും കരിമ്പിൽ നിന്നും മുളങ്കാടുകളിൽ നിന്നും, അതായത് കടലിൽ നിന്നും സമതലങ്ങളിൽ നിന്നും മലകളിൽ നിന്നും ലഭിക്കുന്ന സമ്പത്തുകളാൽ ഭൂയിഷ്ഠമായ നാടാണ്. ആ നാട്ടിൽ ചെങ്ങന്നൂർ എന്ന സ്ഥലത്ത് വേദവിധി പ്രകാരം ജീവിക്കുന്ന കുടുംബങ്ങൾക്കിടയിൽ വിറൻമിണ്ടർ എന്ന ഒരു മഹാൻ കർഷക കുടുംബത്തിൽ ശൂദ്ര ജാതിയിൽപ്പെട്ട ഇദ്ദേഹം പിറക്കുകയും പിന്നീട് വളർന്ന് വലുതാകുകയും ചെയ്തു. വളർന്ന് വലുതായപ്പോൾ അദ്ദേഹം ഏറ്റവും വലിയ ശിവഭക്തനായി മാറി. എല്ലാ ശിവക്ഷേത്രങ്ങളിലും സഞ്ചരിച്ച് ദർശനം ചെയ്യുന്നതിലും ശിവഭക്തന്മാരെ സേവിക്കുന്നതിലും അതാത് ദേവസ്ഥാനങ്ങളിലുള്ള ശിവഭക്തന്മാരെ വണങ്ങുന്നതിലും ശിവദർശനം ചെയ്യുന്നതിലും വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു ഈ ഭക്തൻ. ഭക്തന്മാരെ വണങ്ങുന്നതിൽ കുറച്ചധികം കൂടി ശ്രദ്ധ ചെലുത്തി ജീവിതം നയിച്ചിരുന്ന ഒരു മഹാനാണ് വിറൻമിണ്ട നായനാർ. ഈ ഒരു പ്രാവശ്യം ഇപ്രകാരം ക്ഷേത്രാടനം ചെയ്യുന്നതിനിടയിൽ തിരുവാരൂർ പ്രാപിച്ച് ത്യാഗരാജ പെരുമാനെ ദർശിക്കുമ്പോൾ ദേവാശ്രയ മണ്ഡപത്തിൽ സമ്മേളിച്ചിരുന്ന ഭക്തന്മാരെ വണങ്ങാതെ സുന്ദരമൂർത്തി നായനാർ നേരെ ഈശ്വര സന്നിധിയിലേക്ക് പോകുന്നത് കണ്ടു. ഇത് സഹിക്കവയ്യാതെ ഇപ്രകാരം ചെയ്യുന്ന സുന്ദരരും അവരുടെ തോഴനെന്ന് പറയുന്ന ശിവപെരുമാൻ തന്നെയും പുറത്തു നിൽക്കേണ്ടവരാണ് എന്ന് പ്രഖ്യാപിച്ചു. കോപാകുലനായ വിറൻമണ്ടൻ വഴിമാറിപ്പോയവൻ എന്നാണ് സുന്ദരരെ അധിക്ഷേപിച്ചത്. മാത്രമല്ല, ഇനി മുതൽ ഈ വൻതൊണ്ടന്മാരുമായും അദ്ദേഹത്തിൻ്റെ ധിക്കാരത്തെ അനുവദിച്ചു കൊടുക്കുന്ന ദേവനുമായും എനിക്ക് ഒരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ദൃഢപ്രതിജ്ഞനായ വിരൺമണ്ടർ തിരുവാരൂരിലേക്ക് വരുന്നില്ലല്ലോ, ഏതായാലും അവനെ അനുഗ്രഹിക്കാൻ ഒരു പോംവഴി കണ്ടെത്തണം എന്നുറപ്പിച്ച് ഭഗവാൻ സുന്ദരരോട് വിരൺമണ്ടരുമായി സഖ്യത്തിലേർപ്പെടുകയാണ് ചെയ്യേണ്ടതെന്ന് അരുളി. ഭഗവത് വാക്യം കേട്ട് അതിന് ഉപായം പറഞ്ഞു തരാൻ സുന്ദരർ ഭഗവാനോട് അപേക്ഷിച്ചു. ഭഗവത് ഭക്തന്മാരുടെ ദാസനാണ് ഞാൻ എന്ന ഭാവത്തിൽ ഗാനം ആലപിക്കുക. ഇത് കേട്ടാൽ വീരന്മന്ദർ സന്തോഷിച്ച് നിന്റെ സുഹൃത്തായി തീരും എന്ന് ഭഗവാൻ അരുളി. ഭഗവാന്റെ നിർദ്ദേശാനുസരണം സുന്ദരർ ദാസ്യഭാവത്തിൽ മധുരമായി തമിഴിൽ ഭക്തന്മാരെ വാഴ്ത്തിക്കൊണ്ട് ഗാനം ആലപിച്ചു. ദേവാശ്രയ മണ്ഡപത്തിലെ ഭക്തന്മാർക്ക് മുന്നിൽ നിന്ന് സുന്ദരർ പാടിയ ആ ഗാനമാണ് തില്ലൈ വാഴ് അന്തണർത്തം അടിയാർക്കും അടിയേൻ എന്ന് ഭഗവാനാൽ നൽകപ്പെട്ട വരികളോടെ തുടങ്ങിയ പ്രസിദ്ധമായ തിരുത്തൊണ്ടത്തൊകൈ. അപ്പോൾ തിരുത്തൊണ്ടത്തൊകയിലെ ആദ്യത്തെ വാചകം ഭഗവാനാണ് സുന്ദരമൂർത്തി നായനാർക്ക് പറഞ്ഞു കൊടുത്തത്. തില്ലൈ വാഴ് അന്തണർത്തം അടിയാർക്കും അടിയേൻ. ഈ വാർത്തയറിഞ്ഞ് വിരൺമിണ്ട
അത്യധികം സന്തോഷത്തോടെ സുന്ദരരെ വന്ന് കണ്ട് അദ്ദേഹവുമായി സൗഖ്യത്തിലേർപ്പെട്ടു. ഇവരുടെ സഖ്യം കണ്ട് ഭഗവാൻ പ്രസന്നനായി. പിന്നീടും കുറേ കാലം ഭക്തസേവ ചെയ്ത് ജീവിച്ച വിരൺമിണ്ടർ അന്ത്യത്തോടെ ഭഗവാന്റെ ഭൂതഗണങ്ങളിൽ മുഖ്യസ്ഥാനം അലങ്കരിച്ചു. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, എപ്രകാരമാണോ സുന്ദരമൂർത്തി നായനാർ ഭൂതഗണങ്ങളുടെ നായകനായത്, അതേ സ്ഥാനത്തേക്ക് തന്നെ നമ്മുടെ വിറന്മണ്ട നായനാരെയും ഭഗവാൻ നിയമിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. തന്നെ അറിയാൻ ശ്രമിച്ച ശ്രേഷ്ഠങ്ങളായ വേദങ്ങൾ പോലും അതിന് സാധിക്കാതെ വിലപിക്കുമ്പോൾ മറുപടിയായി നമ്മെ നമ്മുടെ ഭക്തന്മാരോടൊപ്പം കാണാനൊക്കുമെന്നാണ് ഭഗവാൻ അരുളിയത്. അങ്ങനെയിരിക്കെ ലോകരക്ഷയ്ക്കായി വിഷം കഴിച്ച ഭഗവാന്റെ ഭക്തന്മാരുടെ മഹിമ നന്നായി ഉൾക്കൊള്ളാൻ ഈ ലോകത്തിൽ ആർക്കാണ് സാധിക്കുക? മലയാളിയായ വിരൺമണ്ട നയനാരാണ് തിരുത്തൊണ്ടത്തൊക എഴുതാൻ പ്രധാനമായും കാരണഭൂതനായത് എന്ന് നാം ഓർക്കുക. ഇത് മലയാളിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രശംസ കൂടിയാണ് ഈ കഥ.